നമസ്തേ. കളരി അഭ്യാസികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യ ചുവട് അവർ പിന്നോട്ടാണ് വയ്ക്കുക. ഒരു വലിയ പോരാട്ടത്തിന്റെ ആദ്യ പാദം എന്തുകൊണ്ടോ പിന്നോട്ടാണാവുക. ഒരായമെടുക്കലാണ്. തുഴയെറിയാൻ വലിച്ചെടുക്കും പോലെ. അമ്പ് ഞാണിൽ കിടന്ന് ഒന്ന് പിന്നോട്ടായും പോലെ. ഒരു കുതിപ്പിന്റെ മുന്നോടിയാണ്. നോമ്പ് ഇങ്ങനെ ഒരു ആക്കം കൂട്ടലാണ്. യോഹന്നാനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നില്ലേ? അയാൾ തന്നെത്താൻ വെളിപ്പെടുത്തും വരെ മരുഭൂമിയിലായിരുന്നുവെന്ന്. ഏകാന്തത ഒരു ചൂളയാണെന്നാണ് പിതാക്കന്മാർ പറയുക. സോളിറ്റ്യൂഡ് ഇസ് എ ഫർണസ് എന്നൊക്കെ. അസത്തിനെ ദഹിപ്പിച്ച് സത്തയെ ശോഭിപ്പിക്കുന്ന അഗ്നിച്ചൂളയത്രേ. ജീവിതത്തിൽ ഇത്തരം ചില ബോധപൂർവമായ പിൻവാങ്ങലുകളില്ലാതെ എങ്ങനെയാണ് ഈ ലോകം നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ ഇമേജുകളും തെറ്റായ ധാരണകളും തകർക്കാനാവുക? തമ്പുരാൻ താനും ഈ ചൂളയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവിടെ താൻ 3 തരം ലൗകിക നിർബന്ധങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്, കല്ല് അപ്പമാകുന്നതിലൂടെ സന്ദർഭോചിതമായി പ്രസക്തനാവുക, ടു ബി റിലവന്റ്. രണ്ടാമത്തെ പരീക്ഷണം, താഴേക്ക് ചാടുന്നതിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവനാവുക, ടു ബി സ്പെക്ടാക്കുലർ. മൂന്നാമതാകട്ടെ, എല്ലാ രാജ്യങ്ങളുടെയും അധീശത്വം നേടി ബലവാനാവുക, ടു ബി പവർഫുൾ. ഇതിനോടൊക്കെ യേശുവിന്റെ പ്രതികരണം നോക്കുക. തന്റെ പിതാവ് ദൈവമാണെന്നാണ് ലോകത്തോട് അവൻ നിരന്തരം വിളിച്ചു പറയുന്നത്. ദൈവമകൻ, ദൈവമകൾ എന്ന സ്വയാവബോധം തിരികെ പിടിക്കുക. അത് നമ്മെ കുറെ കൂടി കരുത്തരാക്കുമെന്ന് ഉറപ്പാണ്. ഈ ലോകത്തിന് അനുരൂപരും കൃത്രിമമായി പെരുമാറുന്നവരും സകലത്തെയും ഭരിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരല്ല, ശുശ്രൂഷ ചെയ്യിക്കുന്നവരാകണം എന്നൊക്കെയാണ് ഈ ലോകം നിർബന്ധിക്കുക. ചെറുത്തു നിൽക്കണം സഖേ, അതിന് പൊന്നുതമ്പുരാന്റെ കൃപ വേണം നിറയെ. പ്രാർത്ഥിക്കാം. താല്പര്യമേറിയ പ്രാർത്ഥനകളാൽ സാത്താനോട് പോരാടുവാനായി തന്റെ ഭടന്മാർക്ക് നോമ്പിനെ ഉപദേശിച്ചവനായ മശിഹാ തമ്പുരാനെ, നിന്റെ അടുക്കൽ ഞാൻ കുമ്പിടുന്നത് കൊണ്ട് എന്നോട് കരുണയുണ്ടാകണമേ. ആമേൻ. ആദരവോടെ സഖേർ.